പണി ചെയ്ത് മതിയായിരിക്കണേണ്. അല്ല, ഈ പെണ്ണുങ്ങളൊക്കെ എങ്ങനെയാണ് ദിവസം അടുക്കളയിൽ കയറി ഇങ്ങനെ ജോലി ചെയ്തോണ്ടിരിക്കണത്? ബിജുവിനോടൊട്ടത് ചോദിക്കാനും പറ്റില്ല. കാരണം ഉണ്ടേ, അങ്ങേരായിരുന്നില്ലേ വീട്ടിലെ എല്ലാ പണിയും ചെയ്തിട്ട് ഓഫീസിൽ പോയിക്കൊണ്ടിരുന്നത്. അതൊക്കെ ഒരു കാലം. മൂപ്പയുടെ ഗടികളൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു, ബിജുവേ നിനക്കിത് എങ്ങനെയാ സാധിക്കണേന്ന്. അപ്പൊ പറഞ്ഞു അത്രേ, പെണ്ണുങ്ങൾക്ക് ഓഫീസിലെ ജോലിയും വീട്ടിലെ ജോലിയും എല്ലാം കൂടെ ചെയ്യാമെങ്കിൽ എനിക്കെന്താ പറ്റില്ലേന്ന്. അങ്ങനെയുള്ള ബിജു ആണിപ്പോ വീട്ടിലെ തൂത്തു തുടയ്ക്കലും കുക്കിങ്ങും ഒക്കെ ഞാൻ ചെയ്യണമെന്ന് പറയണത്. അപ്പേ എന്തെങ്ങനെ ഇരുന്ന് ചിന്തിച്ചു കൂട്ടണത്? ഞാൻ ശ്രദ്ധിച്ചില്ലാട്ടാ. കുറച്ച് നേരായിട്ട് ഞാൻ നിന്നെ തന്നെ വാച്ച് ചെയ്തോണ്ട് നിക്കണേന്. എന്താണ് പുതിയ വല്ല കൊനസ്റ്റ് ഐഡിയ പ്ലാൻ ചെയ്യുന്നുണ്ടോ? എത്ര മാറിയാലും ആളുകൾക്ക് മാറിയെന്ന് തോന്നണില്ല. ഇത് കുറെ കഷ്ടാണ് കേട്ടാ ബിജു. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കണില്ലേ? അതന്നെയാണ് ഞാൻ ആലോചിച്ചോണ്ടിരുന്നത്, പുതുതായിട്ട് എന്തുണ്ടാക്കാന്ന്. അതിപ്പോ മിക്ക ദിവസം അമ്മ ഒന്നല്ലേ ഉണ്ടാക്കണേ, കടയിൽ നിന്ന് വാങ്ങി വരണ 2 മിനിറ്റ് നൂഡിൽസ്. എത്തിയില്ലോ അച്ഛന്റെ സപ്പോർട്ട്. നൂഡിൽസ് ആണെങ്കിലും പല ഫ്ലേവർ അല്ലേ ഞാൻ ഉണ്ടാക്കണേ. ഒരു ദിവസം മസാല നൂഡിൽസ് എങ്കിൽ അടുത്ത ദിവസം ചിക്കൻ നൂഡിൽസ്. പറയണ കേട്ടാ തോന്നും ചിക്കൻ അവളാ ഉണ്ടാക്കാറെന്ന്. പല ഫ്ലേവേഴ്സിന്റെ പാക്കറ്റ് നോക്കി വാങ്ങിച്ചു എന്നല്ലേ ഉള്ളൂ. അങ്ങനെ പറയരുത് കേട്ടാ, ഞാൻ വേറെ ഒന്നും ഇടയ്ക്ക് ഉണ്ടാക്കാറില്ല. എന്തുണ്ട് ബ്രെഡും ജാമും. അതൊക്കെ വേറെ ബ്രേക്ക്ഫാസ്റ്റ് ആയില്ലേ. അതിന്റെ കൂടെ നീ ബട്ടർ പറയാൻ മറന്നുട്ടാ. അത് ശരിയാ മോനെ, ബട്ടറും അമ്മയല്ലേ ഉണ്ടാക്കാറ്. ബിജുദേ കളിയാക്കൽ കുറെ കൂടുന്നുണ്ട് കേട്ടോ. പണി ചെയ്ത് എന്റെ കാല് മുഴുവൻ വേദനിച്ചിട്ട് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. അതിനിപ്പോഴും പണി ചെയ്യല്ലോ, വെറുതെ ഇരിക്കല്ലേ ആലോചിച്ചിട്ട്. അമ്മ പറഞ്ഞ പണി എന്താന്ന് അച്ഛന് മനസ്സിലായില്ലേ, ഇങ്ങനെ ആലോചിച്ചിരിക്കണത്. അത് ശരിയാണല്ലോ മോനെ, ചിന്തിച്ച് ക്ഷീണിച്ചെങ്കില് അടുക്കളയിൽ കയറാം. അതിലെനിക്ക് കാല് വേദനയാണെന്ന് പറഞ്ഞില്ലേ, കാല് നിലത്തുറപ്പിക്കാൻ പറ്റണില്ല, ഭയങ്കര നീരാണ്. എവിടെ നോക്കട്ടെ, നീരൊന്നും ഇല്ലാലോ. അത് ഞാൻ കുറെ നേരമായിട്ട് കാല് ടീ പോയിന്റ് മേലിലെടുത്ത് വെച്ചിരിക്കായിരുന്നു, അങ്ങനെ മാറിയതാവും. പിന്നെ എല്ലിന്റെ തേയ്മാനാണോന്ന് സംശയണ്ടേ, അങ്ങനെയാണെങ്കിൽ നീരൊന്നും കാണില്ല. അത് പറഞ്ഞപ്പോ നിന്റെ മുഖത്ത് വേദനിക്കുന്നതിന്റെ ഒരു ലക്ഷണവും കാണില്ലാലോ, എന്തേ? അതെ, എനിക്കില്ല ചില പെണ്ണുങ്ങളെ പോലെ അസുഖം വരുമ്പം ഭയങ്കരമായിട്ട് കാണിക്കുന്നതൊക്കെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ഞാനത് മൈൻഡ് ചെയ്യാറേയില്ല, അതുകൊണ്ടാവും ബിജുവിന് അങ്ങനെ തോന്നണത്. രക്ഷപ്പെട്ടു. ഇങ്ങനെ പെട്ടെന്ന് കള്ളുണ്ടാക്കാനുള്ള എന്റെ കഴിവേ സമ്മതിക്കണേട്ടാ. പിന്നെ ഇവിടെന്താ ഈ ആലോചിച്ച് കൂട്ടണത്? ഈ എല്ലിനൊന്നും തേയ്മാനം ഉണ്ടാവാതിരിക്കാനായിട്ടേ മട്ടന്റെ എല്ലിന്റെ സൂപ്പ് കഴിക്കണം നല്ലതാണെന്ന് ആരോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പോയിട്ട് കുറച്ച് വാങ്ങി വരാട്ടാ. ഇനി സൂപ്പ് ഉണ്ടാക്കാൻ പഠിക്കേണ്ടി വരുമോ? അതിന്റെ ആവശ്യമില്ല ബിജുവേ, കുറച്ച് ദിവസം റെസ്റ്റ് എടുത്താ മാറുന്നാ പറഞ്ഞിരിക്കണേ. ആര് പറഞ്ഞിരിക്കണേ? അമ്മ. ഓ, പറയണ കേട്ടപ്പോ ഞാൻ വിചാരിച്ചു വല്ല ഡോക്ടറെയും കണ്ടുന്ന്. ശരി, ഇത് ജോലി ചെയ്യാതിരിക്കാനുള്ള അടവൊന്നും അല്ലല്ലോ അല്ലേ? എന്നാ ഇന്ന് ഞാൻ എന്തെങ്കിലും കയറി ഉണ്ടാക്കാം. ഭഗവാനെ രക്ഷപ്പെട്ടു. വേണ്ടിയിരുന്നില്ല വിജയ. വേണ്ടെങ്കിൽ നീ ചെയ്യൂ. അല്ല, വേണം, എന്നാലും കഷ്ടായി എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞേ ഉള്ളൂ. അധികം നമ്പരൊന്നും വേണ്ടാട്ടാ. കഷ്ടായി, ഇവർക്ക് പലതും മനസ്സിലായി തുടങ്ങിയെന്നാ തോന്നണേ. വാട മോനെ, നമുക്ക് അടുക്കളയിലേക്ക് പോവാം. രാവിലെ നമുക്ക് ഉപ്മാവും കടലക്കറിയും വെക്കാം. ഇന്ന് ഞായറാഴ്ചയല്ലേ, ഉച്ചയ്ക്ക് ഒരു ബിരിയാണി തന്നെ ആയിക്കോട്ടെ. കുറെ നാൾക്ക് ശേഷം ഇന്ന് വായിക്ക് രുചിയായിട്ട് വല്ലതും കഴിക്കാം അല്ലേ അമ്മേ? പോടാ പോടാ. അവര് പോയോ? കേക്കണ്ട, കുട്ടി പറഞ്ഞാലും സത്യം ഉണ്ട് കേട്ടാ. എത്ര നാളായി നല്ല ഭക്ഷണം കഴിച്ചിട്ട്. കാലുവേദന ഐഡിയ എന്ത് സൂപ്പർ. അവർണെ നിന്നെ സമ്മതിക്കണേട്ടാ. ഇനി ഒരാഴ്ചത്തേക്ക് ഒരു പണി എടുക്കണ്ട. ബിജിനെ തോപ്പിച്ച് അങ്ങോട്ട് കൈ കൊടുത്ത് അപർണ കുക്കിയാണ് അത്രേ, നടക്കും കുറെ. അല്ല, ഒരാഴ്ച കഴിയുമ്പോ ഇനി എന്തുട്ടാ പറയാ? ഇനി 7 ദിവസമില്ലേ, അപ്പോഴേക്ക് എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് വെക്കാം. കല്ലുവിന് കാലുവേദന ഉണ്ടായതും രഘു അടുക്കളയിൽ കയറിയതും ഒക്കെയാണ് ഇക്കാര്യത്തിൽ എന്റെ ഇൻസ്പിറേഷൻ. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. കുഞ്ഞിക്കാട്ടന് ഇഷ്ടമാവണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേട്ടാ. പിന്നെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്.